നമസ്കാരം. വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ തന്നെ ഒരു മാതൃക ദമ്പതികളായിരുന്നു ബിൻസിയും സൂരജും. സ്നേഹിച്ചു വിവാഹം കഴിച്ചു. വീട്ടുകാരെ എതിർത്ത് തന്നെ അവര് ജീവിതമൊക്കെ തന്നെ വിവാഹം കഴിച്ച് മുൻപോട്ട് പോവുകയാണ്. 2 കുഞ്ഞു മക്കളുണ്ട്. ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് പുറമെ തോന്നുമെങ്കിലും കഴിഞ്ഞ ദിവസം വീട്ടുകാരെ തേടി കുവൈറ്റിൽ നിന്നൊരു വാർത്ത എത്തുകയാണ്. ഇരുവരെയും മരിച്ച നിലയിൽ ഫ്ളാറ്റിൽ കണ്ടെത്തുന്നു എന്നുള്ളത്. ഇപ്പോഴും അതിൻ്റെ ഒരു നടുക്കത്തിലാണ് വീട്ടുകാർ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കഴിഞ്ഞ ഈസ്റ്ററിനടക്കം വന്ന് വീട്ടുകാരോടൊപ്പം തന്നെ ആഘോഷിച്ച് മക്കളെയും ഇവിടെ ആക്കി പോയതാണ്. വളരെ സന്തോഷത്തോട് പോയ ദമ്പതികളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് പിന്നാലെ തന്നെ ഇത്തരത്തിൽ മരണമടയുന്ന വാർത്ത. ആദ്യമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തികൊണ്ട് കുത്തേറ്റ് മരിച്ചു എന്നുള്ളതായിരുന്നു. 2 പേരുടെ കയ്യിൽ കത്തിയുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അതിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതും മറ്റൊരാൾ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണല്ലേ പുറത്തു വരുന്നത്. എന്താണ് അതിന്റെ ഒരു വിശദീകരണമൊക്കെ? അതായത് ഈ പറയുന്ന പോലെ തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, മറ്റൊരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മാതൃകാ ദമ്പതികളായിട്ടുള്ളവർ സത്യത്തിൽ നമുക്കറിയില്ലല്ലോ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ളത്. പുറമേ നോക്കുമ്പോൾ മാതൃകാ ദമ്പതികളാണ്, പക്ഷെ അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ ഫൈറ്റ് എന്ന് പറയുന്നത് ജീവൻ എടുക്കാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്നേഹിക്കുന്ന ഭാര്യയെ കൊല്ലാനും സ്വന്തം മക്കളെക്കുറിച്ച് പോലും ആലോചിക്കാതെ അവരെ അങ്ങ് ഇല്ലാതെയാക്കാൻ അത്തരത്തിൽ ഉതകുന്ന തരത്തിലുള്ള പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പിന്നീട് ഇത്തരം വാർത്തകൾ അറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ സൂരജും ജെസിമോളും ബിൻസിയും ഈ സൂരജും ബിൻസി എന്ന് പറയുന്നത് അവർ വളരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു കേട്ടോ. ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ദാമ്പത്യ ജീവിതം ഒരുമിച്ച് വളരുന്നത് കൂടിയാണ്. അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് അവരുടെ കരിയർ ആയിരുന്നാലും അവരുടെ സൗഹൃദങ്ങളായിരുന്നാലും ഒരുമിച്ച് വളർത്തുന്ന ഒന്നാണ്. ഇവിടെ സംഭവിച്ചത് കരിയർ ഗ്രോത്ത്. അതായത് ബിൻസി പഠനത്തിനായി ഡൽഹിയിൽ പോയിരുന്നു. ആ സമയത്താണ് സൂരജനെയും കാണുന്നത്. അവിടെ വെച്ച് ഇരുവരും സ്നേഹിതരാകുന്നു. ഈ സൂരജ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ്. സൂരജ് പഠിച്ചു വന്ന് ജോലി കിട്ടിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ആകാനായി. സൂരജിന് 2 സഹോദരങ്ങളാണുള്ളത്, ചേച്ചിയും അനിയത്തിയും ഉണ്ട്. സൂരജ് മധ്യത്തിലെ സഹോദരനാണ്, മധ്യത്തിലുള്ള ആളാണ്. അപ്പോൾ ഇവർക്ക് സാമ്പത്തികപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള സൂരജ് സാമ്പത്തികപരമായി വളരെ മുൻപത് നിൽക്കുന്ന കുടുംബത്തിലെ ആളാണ് ഈ ബിൻസി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പണം കൊണ്ടല്ല പ്രണയത്തെ അവർ തൂക്കിയത്, സ്നേഹം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സൂരജിന്റെ കുറെ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയുന്നത്, ഈ ഭയങ്കര വലുതായിട്ട് എടുത്തു ചാടി ദേഷ്യപ്പെടുന്നു, അതുപോലെ തന്നെ സംശയരോഗം, അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചത്. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ഈ ബിൻസി എന്ന് പറയുന്നത്, ബിൻസിക്ക് വളരെ ആഗ്രഹം പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അവിടെ പുറത്തു പോകുമ്പോൾ അവിടെ തന്നെ അഡ്മിനിസ്ട്രേഷനിലാണ്, അതായത് ആരോഗ്യ മന്ത്രാലയത്തിലെ കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലും അത്തരത്തിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ്, ആശുപത്രികളിലല്ല, അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ് ഇവരൊക്കെ തന്നെ നഴ്സായി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലകളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതേ ബിൻസി തന്നെയാണ് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഈ സൂരജിനെ വിവാഹം കഴിക്കുകയും സൂരജിനെ പഠിപ്പിച്ചത് പോലും ഒരു ഘട്ടത്തിൽ ഈ പഠനം മുടങ്ങി, ഈ നഴ്സിംഗ് പഠനം മുടങ്ങാൻ പോലും കാരണമായിരുന്നു ഈ സാമ്പത്തികപരമായി പിന്നോക്കം നിന്ന. അതിന് പോലും പൈസ നൽകി, പണം നൽകി സൂരജിനെ പഠിപ്പിച്ചത് പോലും ബിൻസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബിൻസി പഠിപ്പിച്ചെടുത്ത് നിന്നാണ് സൂരജ് വളർന്നു വന്നത്. അവിടെ നിന്നും ഒരുമിച്ച് 2 പേരും ചേർന്ന് കുവൈറ്റിലേക്ക് പോകുകയായിരുന്നു. അവിടെ നിന്ന് ബിൻസി വീണ്ടും എക്സാം എഴുതി കുറെ കൂടി. ഇപ്പോൾ അവരുടെ കുവൈറ്റിലെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ഒരു മലയാളി ദമ്പതിക്ക് അല്ലെങ്കിൽ മലയാളി ദമ്പതികൾക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുമുള്ള സുരക്ഷയും സാമ്പത്തികപരമായി മുൻപന്തിയിലും ഒക്കെ കുവൈറ്റിൽ വളരെ വലിയ ആഡംബര ജീവിതം തന്നെയാണ് ഇവർ നയിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വെൽ സെറ്റിൽഡ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ജീവിതം തന്നെയാണ് ഇവർ നയിച്ചു പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി കരിയറിൽ കുറച്ചുകൂടി ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അവർ വീണ്ടും പഠിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകാനായി നമുക്കറിയാം അവിടെ തന്നെ എൻട്രൻസ് എക്സാമുകളുണ്ട്. 5 തവണയാണ് എൻട്രൻസ് എക്സാം ഈ പെൺകുട്ടി എഴുതിയതിനു ശേഷം 4 വട്ടവും പരാജയപ്പെട്ടു. ഈ 4 വട്ടവും പരാജയപ്പെടുമ്പോൾ വീട്ടിൽ വന്ന് പൊട്ടിക്കരയും ബിൻസി. അപ്പോൾ സമാധാനിപ്പിക്കുന്നത് പോലെയൊക്കെ തന്നെ അഭിനയിച്ചതിന് ശേഷം ഈ സൂരജ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ. കാരണം ബിൻസി സൂരജ് വിട്ട് പോകുന്നത് താല്പര്യമില്ല. കാരണം സൂരജ് വിചാരിക്കുന്നത് ബിൻസി തന്റെ കുവൈറ്റിൽ നിന്നും പോയി കഴിഞ്ഞാൽ, തന്റെ പക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബിൻസി ഒരു പക്ഷേ തന്നിൽ നിന്നും അകന്നു പോകും. ഈ കുറച്ചുകൂടി നന്നായിട്ടുള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തികപരമായി മുൻപന്തിയിലുള്ള ആളുമായി ബിൻസി ഇനി ജീവിക്കും, തന്നെ അകന്നു പോകുമെന്നൊരു സംശയം ഇയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. മാത്രമല്ല ബിൻസി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഈസ്റ്ററിന് മുൻപായിട്ടാണ് ബിൻസി നാട്ടിലേക്ക് എത്തിയത്. ആ ഒരു 2 ആഴ്ച കാലം ബിൻസി നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനായി അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിൽ പോകാനിരുന്നതാണ്. പോകാനുള്ള എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ്. അതായത് ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള തന്നെ
മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് വേണം സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട്. ഹെൽത്തി പരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ പോയി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഇവർ വീണ്ടും കുവൈറ്റിലേക്ക് പോകണം. ആദ്യം ബിൻസിയാണ് പോയത്. ഈസ്റ്ററിന്റെ തലേദിവസം ലീവ് ഇല്ലാതെ തന്നെ ഈസ്റ്ററിന്റെ തലേദിവസം ബിൻസി പോകുന്നു കുവൈറ്റിലേക്ക്. ശേഷം ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ 2 മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ മക്കളെ ഇവിടെ വീട്ടുകാരെ ഏൽപ്പിച്ച എറണാകുളത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഒരുപക്ഷെ ഈ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾ ഒറ്റയ്ക്കാകരുതല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകരുത് നന്നായി. കാരണം ഈ സൂരജ് ഒരു പക്ഷേ ഈ കുട്ടികളെ കൂടി ഇല്ലാതെയാക്കാൻ മടി കാണിക്കാത്ത അത്രയ്ക്ക് ക്ഷിപ്രകോപിയായിരുന്നു സൂരജ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ദേഷ്യം, അത്രയ്ക്ക് വൈരാഗ്യം, അത്രയ്ക്ക് പക, ശത്രുത, ഈഗോ ഒക്കെ തന്നെ മനസ്സിൽ സൂക്ഷിച്ചു നടന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സൂരജ് എന്ന് പറയുന്നത്. അന്ന് ദിവസം രാത്രി 2 പേരും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ ആയിട്ട് എത്തിയതേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുന്നുണ്ട്. അബ്ബാസിയാണ്, കുവൈറ്റിലെ അബ്ബാസിയയിലാണ് ഈ സംഭവം. ഈ അബ്ബാസിയയിലാണ് കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്നത്. ഇതേ അബ്ബാസിയിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ ബഹളം കേൾക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. നമ്മൾ മലയാളികളാണ്, തൊട്ടടുത്തുള്ള വീട്ടിലെ ബഹളം, നമ്മുടെ വീട്ടിൽ വഴക്കാണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള വീട്ടിൽ ബഹളം കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി എന്തിനാണ് അവിടേക്ക് പോയതെന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. സെക്യൂരിറ്റിയാണ് മൃതദേഹം കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് പോകുന്നു. എന്തിനാണ് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയതെന്ന് അറിയില്ല. കാരണം ഒരു വീട്ടിലേക്ക് സെക്യൂരിറ്റി അങ്ങനെ വരേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ ഇവരെ വീട്ടുകാർ വിളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരെ അയൽവാസികൾ എന്തെങ്കിലും അങ്ങനെ ആകാം. അങ്ങനെ ഇപ്പോൾ വരികയാണ്. സെക്യൂരിറ്റി വരുമ്പോഴാണ് 2 പേരെ മത്സ്യനിൽ കാണുന്നത്. ഉടനെ തന്നെ പോലീസ് സംഘത്തെ വിവരം അറിയിച്ച് പോലീസ് വരുന്നു. 2 പേരുടെ കയ്യിലും കത്തി ഉണ്ടായിരുന്നു എന്നും 2 പേരും പരസ്പരം കുത്തി മരിച്ചതാണെന്നാണ് ആദ്യം പറഞ്ഞ വാർത്ത. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച കുവൈറ്റിലൊക്കെ തന്നെ അവധിയാണ്. ഇന്ന് രാവിലെ ഇന്നും നാളെയുമായി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശനിയാഴ്ചയോടുകൂടി തിങ്കളാഴ്ചയോടുകൂടി മൃതശരീരങ്ങൾ എത്തിക്കാനാണ് സാധ്യത. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയുന്ന വിവരം അനുസരിച്ച് പോലീസിന് കിട്ടിയ ആദ്യ പ്രാഥമിക വിവരം അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ഇത് ഒരു ആത്മഹത്യയും കൊലപാതകമാണ്. കൊലപാതകത്തിന് ശേഷം നടത്തിയ ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. വൈരാഗ്യം കൊണ്ട്, അതായത് ഇവർ പരസ്പരം 2 പേരും വളരെ വലിയ വഴക്കുണ്ടായിരുന്നു. ശേഷം കത്തിയെടുത്ത് ഈ ബെൻസിയുടെ കഴുത്തിലാണ് കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുത്തി ആ നിമിഷം തന്നെ മരണപ്പെടുന്നു. ഒപ്പം അതിനുശേഷം ഇയാൾ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ച് എൻ്റെ കൈ കൊണ്ട് അവൾ മരിച്ചു എന്ന് പറയുകയാണ്. ശേഷം ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കിടന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സ്വയമേ കഴുത്തിൽ കുത്തി അയാൾ മരിക്കുകയാണ്. അതായത് ഇനി ജീവിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് അയാൾ മരിക്കുന്നു. ഇനി സമാധാനവും അതേപോലെ തന്നെ സ്വസ്ഥതയും വേണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിലെത്തി അയാളും മരിക്കുകയാണ്. ഒന്ന് ആലോചിക്കും, ഒരു നിമിഷത്തെ ഒരു ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച് നല്ല രീതിയിൽ 2 മക്കളുണ്ട്, അവരെ കൂടി അനാഥരാക്കി. ഇവർക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. എത്രയോ ആളുകൾ ഇവിടെ, സെലിബ്രിറ്റികളാണെങ്കിലും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും എത്ര ആളുകളാണ് ഇവിടെ ഡിവോഴ്സ് ചെയ്യുന്നത്. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഈ കുഞ്ഞു 2 മക്കൾക്ക്, വളരെ 3ാം ക്ലാസ് UKG പഠിക്കുന്ന മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടാവായിരുന്നു. അവിടെ ഇവിടെ ആണെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതിപ്പോ നോക്കി 2 പേർക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ എന്തിനാണ് അച്ഛനമ്മയും മരിച്ചതെന്നുള്ള ഒരു മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത അവര് കേൾക്കുന്നതല്ലേ. അവർ വളർന്ന് വലുതായി വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റി എന്നുള്ള ചോദ്യം വരുമ്പോൾ അവരെന്താണ് പറയേണ്ടത്? അച്ഛൻ അമ്മയെ കൊന്നു മരിച്ചു എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒന്നിനെയും കുറിച്ച് അറിയാതെ പറയിക്കാതെ, കുട്ടികളെ ഒന്നിനെയും കുറിച്ച് അറിയിക്കാതെ വളർത്തുകയാണ്. അച്ഛനും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഒന്നിനെ അറിയിക്കാതെ വളർത്തുകയാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വാർത്തകളുണ്ട്. അത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അപ്പോഴും അറിയുമ്പോൾ അതും ഒരു മാനസിക വിഷമം അവർക്ക് ഉണ്ടാക്കും. സത്യത്തിൽ ഈ നാട്ടിലുള്ളവരൊക്കെ, എറണാകുളത്തുള്ളവരായിരുന്നാലും ശരി, കണ്ണൂരുള്ളവരായിരുന്നാലും ശരി, ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഇത്രയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോരുന്ന ദമ്പതികൾ, മാത്രമല്ല കുവൈറ്റിൽ നമുക്കറിയാം പ്രവാസി സംഘടനകളൊക്കെ തന്നെ നിരവധിയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ളവർക്ക് മാത്രമുള്ള സംഘടനകളുണ്ട്. അതിലൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള 2 കപ്പിൾസ് ആയിരുന്നു ഇവരെന്ന് പറയുന്നത്. പലരും അസൂയപ്പെടുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു ഇവർ നയിച്ചത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ച് കുവൈറ്റിലേക്ക് വരുന്നു, നേടുന്ന എല്ലാം നല്ല രീതിയിൽ നേടിയെടുക്കുന്നു, സാമ്പത്തികപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. ശേഷം അത് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. വീണ്ടും ആ ലെവൽ ഓഫ് ലിവിങ് മാറിക്കൊണ്ട് വരികയാണല്ലോ. അങ്ങനെയൊക്കെ തന്നെ അസൂയ തോന്നിയ തരത്തിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ പെട്ടെന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷിപ്രകോപിയും സംശയരോഗിയും ഒക്കെ ആയിട്ടുള്ള ഇയാൾ മരിച്ചത്. അതും ഇത്രയും വലിയൊരു 5 വർഷത്തോളം നടത്തിയ പ്രണയ വിവാഹമായിരുന്നു. പ്രണയിച്ചതിന് ശേഷം വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ട് ബിൻസി നടത്തിയ
നടത്തിയ ഒരു 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 കാര്യമായിരുന്നു, ഡിസിഷൻ ആയിരുന്നു ഇയാളെ വിവാഹം കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിപ്പോ സാക്ഷികളൊന്നും ഇല്ലാത്ത തന്നെ ഇനിയിപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടായിരിക്കും പോലീസിനെ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടൊരു നിഗമനത്തിലേക്ക് അറിയേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി നമുക്ക് അറിയാൻ സാധിക്കേണ്ടത് കൊന്നതാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ, പരസ്പരം കുത്തിമരിച്ചതാണോ നടക്കുമ്പോൾ രണ്ട് കത്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അത് ഒരുപക്ഷെ ഇനിയിപ്പോ താൻ ഭാര്യയെ കൊന്നിട്ടില്ല എന്ന് വെറുതെ തീർക്കാനും അവസാന നിമിഷം തന്നെ അവൾ കൊന്നു, അത്തരത്തിൽ ഭാര്യയെ ഭർത്താവിന് കൊന്നു, അങ്ങനെ കൂടി ആ ഭാര്യയെ മറ്റുള്ളവർക്ക് മുന്നിൽ അത്ര വലിയ ക്രൂരയാക്കി വെറുതെ തീർക്കാനുള്ള ശ്രമമായിരുന്നു വന്ന ഹെഡ്ലൈൻസ് എല്ലാ വാർത്തകളിലും വന്നിട്ടുള്ളത് പരസ്പരം കൈകളിൽ കത്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി മൃതശരീരങ്ങൾ കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അവിടെ കുവൈറ്റ് പോലുള്ള രാജ്യമൊക്കെ ആയതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടാകും എന്നുള്ള. അതും ആത്മഹത്യയും കൊലപാതകവുമാണ്, അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള അപകട മരണമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ഈ ഒരു റീസൺ അത് ഇപ്പോഴും അജ്ഞാതമാണ്, പല നിഗമനമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഫോണൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പരിശോധിച്ചാൽ മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഈ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്. ഒപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് ഒക്കെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും വാട്സാപ്പിൽ നിന്നും സ്റ്റേറ്റസിലൊക്കെ ഇട്ടിരുന്ന ഫോട്ടോസ് ഒക്കെ റിമൂവ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരുടെ മൃതശരീരങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഒരുമിച്ചായിരിക്കുമോ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കുമോ അടക്കം ചെയ്യുന്നത്, രണ്ടായിട്ടായിരിക്കുമോ, മിക്കവാറും രണ്ടാകാനാണ് സാധ്യത. കാരണം കൊന്നിട്ടാണല്ലോ മരിക്കുന്നത്. അപ്പോൾ രണ്ടിടങ്ങളിൽ കണ്ണൂരിലും എറണാകുളത്തേക്കും കൊണ്ടുവരാനാണ് സാധ്യത. സത്യത്തിൽ കുടുംബക്കാരൊന്നും തന്നെ അറിയുന്നില്ലല്ലോ ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ശക്തമായ തർക്കമുണ്ടായിരിക്കണം. ഓസ്ട്രേലിയയിൽ പോകണ്ട എന്ന് ഭർത്താവ് പറയുന്നു, പോകണമെന്ന് ഭാര്യ പറയുന്നു. ഒരുപക്ഷെ ആ ഭാര്യ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാലക്രമേണ ഈ ഭർത്താവിനെയും കുട്ടികളെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമായിരിക്കും. കാരണം അവർക്ക് അവരുടെ കുടുംബം വലുതായതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുകയും വീട്ടുകാരിൽ നിന്നും ഇത്രയും തടസ്സം നേരിടുകയും ഒക്കെ ചെയ്തിട്ടും ആ സൂരജിനെ വിടാതെ പിടിക്കുകയും ഇത്രയും ഒക്കെ തന്നെ എത്തിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സൂരജ് അത് മനസ്സിലാക്കിയില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ മാറുന്നത്.